ബജറ്റ് പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് സംസ്ഥാനം. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് എന്ന നിലയിൽ തന്നെയാണ് ഈ ബജറ്റിന് പ്രാധാന്യമേറുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ധനമന്ത്രി ബാലഗോപാലിന്റെ വീട്ടിലാണ് ഡാൻ കുര്യൻ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഡാന് അല്പസമയത്തിനകം 8:15 ധനമന്ത്രി പുറത്തിറങ്ങും. മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. കാര്യമായ തരത്തിലൊന്നും പറയാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ പെട്ടിയിലാണ് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും സൂചനകളുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുമോ? വികസന കാര്യത്തിന് പൂർണ്ണമായും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിരിക്കുമല്ലോ സ്വാഭാവികമായും സംഭവിക്കുക. രഞ്ജിത്ത്, ഒരു 10-15 മിനിറ്റിനകത്ത് ഗവൺമെൻറ് പ്രസ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, ധനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തും. ഇവിടെ എത്തിയതിനു ശേഷമാകും ബജറ്റിൻ്റെ കോപ്പി ധനമന്ത്രിക്ക് കൈമാറുക. അത് എല്ലാ പരമ്പരാഗതമായി നടക്കുന്ന ഒരു ചടങ്ങ് പോലെയാണ്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തുകയും കോപ്പി ഔദ്യോഗികമായി കൈമാറുകയും ചെയ്യുന്ന ഒരു രീതി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് ചെറിയൊരു പ്രതികരണം നടത്തിയേക്കും. 8:15 തന്നെ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് കുടുംബസമേതം തന്നെ പുറപ്പെടുമെന്നാണ് അറിയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അവസാനം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 6ാമത്തെ ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായി കുടുംബസമേതം തന്നെയായിരിക്കും ധനമന്ത്രി നിയമസഭയിലേക്ക് എത്തുക. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ക്ഷേമ ബജറ്റ് തന്നെയാകും എന്ന സൂചനകൾ നൽകുന്ന തരത്തിലായിരുന്നു നേരത്തെ മുതൽ തന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പ്രതികരണങ്ങളൊക്കെ. അതായത് ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ക്യാമ്പയിനിങ്, പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് അനൗദ്യോഗികമായി തന്നെ തുടക്കമിട്ടിട്ടുണ്ട്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി, അപ്പോൾ അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ കൃത്യമായി ഒരു വോട്ടർമാരെ കൃത്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാകണം ബജറ്റ്. അത് അവസാന പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും അതിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ, ഇതൊരു കല്യാണ വീട് പോലെയാണ് ബജറ്റിൻ്റെ ദിവസം ധനമന്ത്രിയുടെ വസതി. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചതിന് ശേഷമാണ് ധനമന്ത്രി പുറത്തേക്ക് വരികയും മാധ്യമങ്ങളെ കാണുകയും ചെറിയൊരു പ്രതികരണത്തിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ആ പതിവ് ഇപ്പോഴും ഇത്തവണയും അതുപോലെ തന്നെയാകും. എന്തായാലും കാത്തിരിക്കുകയാണ് എല്ലാവരും. ഗവൺമെൻറ് പ്രസ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ധനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി 7:45 അവർ എത്തിയേക്കും എന്നാണ് വിവരം. അതിനുശേഷമാകും ഇവിടെ നിന്ന് 8:15 ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിലേക്ക് ബജറ്റ് അവതരണത്തിനായി പുറപ്പെടുക. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് ഈ ബജറ്റിൻ്റെ തയ്യാറെടുപ്പ് നമുക്കറിയാം എത്ര കണ്ട് കഠിനമായ ഒരു ദൗത്യമാണ് എന്ന്. അതിൽ മുഴുകിയിരുന്ന ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അത്രയധികം ദിവസം എടുത്ത ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഇന്ന് അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എന്തായാലും അല്പസമയത്തിനകം ഈ ബജറ്റ് അതിൻ്റെ കോപ്പിയുമായി ഗവൺമെൻറ് പ്രസ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ വസതിയിലേക്ക് എത്തും. അതാണ് സാഹചര്യം. അല്പസമയത്തിനകം ധനമന്ത്രി വസതിയിൽ നിന്ന് ഇറങ്ങും. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശേഷം നേരെ നിയമസഭയിലേക്ക് തൻ്റെ 6ാമത്തെ ബജറ്റ്, KN ബാലഗോപാൽ ധനമന്ത്രി ആയതിനു ശേഷമുള്ള 6ാമത്തെ ബജറ്റ് അവതരിപ്പിച്ച് ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിപ്പിക്കും. സർക്കാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. നേരിടാൻ പ്രതിപക്ഷവും സഭയിൽ സ്വാഭാവികമായും തയ്യാറായിരിക്കും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് അവതരിപ്പിച്ച് ബജറ്റ് പ്രസംഗം നടത്തി റെക്കോർഡിട്ട ഒരാൾ തോമസ് ഐസക് തന്നെയാണ്. ആ റെക്കോർഡ് ധനമന്ത്രി അത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്മേളനത്തിലായിരുന്നു, 6ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴായിരുന്നു. അതുപോലെ ഇത്തവണ തോമസ് ഐസക്കിന് പകരക്കാരനായുള്ള ബാലഗോപാൽ റെക്കോർഡിട്ട് പ്രസംഗം നടത്തുമോ? ആ തോമസ് ഐസക്കിൻ്റെ പ്രസംഗം അതിൻ്റെ റെക്കോർഡ് മറികടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ അത്ഭുതങ്ങളാണ്, എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. VV അരുണ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുണിലേക്ക് വരാം. ഡാൻ അവിടെ തുടരുകയാണ്. ഡാന് വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും അത് കഴിക്കാനുള്ള ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ വിഭവസമൃദ്ധമായിരിക്കുമോ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ? അങ്ങനെയാണ് ആകേണ്ടത്. കാരണം അങ്ങനെ തന്നെ ആകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം
ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതാണ്ട് വരുന്ന ഒരു മാസത്തിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, വിജ്ഞാപനം വന്നേക്കാം. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ അവസാന ബജറ്റിന്, വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അവസാന ബജറ്റിന് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിർണായകമായ 2 പ്രഖ്യാപനങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി നടത്തിയത്. അതിൽ ഒന്ന് വയനാടുമായി ബന്ധപ്പെട്ടാണ്. അതായത് ചൂരൽമലയിലെ 555 ദുരന്തബാധിതരുടെ 1620 വായ്പകളിലെ ഏതാണ്ട് 18,75,00,000 ചില്ലുമാനം രൂപ അത് സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രഖ്യാപനം. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ, അതായത് അത് പെട്ടെന്ന് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത്രയും വൈകിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഈ മൊറട്ടോറിയവും പലിശയുമൊക്കെ ഒഴിവാക്കാമായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇവിടെ ഈ ഒരു വലിയ തരത്തിൽ, അതായത് ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഒരു വശത്ത് നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഫിനാൻസ് സെക്രട്ടറിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം KR ജ്യോതിലാൽ. അദ്ദേഹം KN ബാലഗോപാലിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ അതിന് പിന്നാലെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയേക്കാം. എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അത്തരത്തിലാണ് നിലവിലെ സാഹചര്യവും. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം പ്രതീക്ഷയോടെ. 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ ഏത് തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമാകും ഉണ്ടാകുന്നത് എന്നറിയാൻ. ക്ഷേമ പെൻഷൻ വിതരണം പ്രധാനപ്പെട്ട ഒന്നായി മന്ത്രി പറയുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പരമ്പരാഗത വ്യവസായ മേഖലയെ രക്ഷിച്ചെടുക്കൽ, KSRTCയിലെ കൃത്യമായ ശമ്പള വിതരണം, പദ്ധതിയുടെ പൂർത്തീകരണം, വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തീകരണം, കിഫ്ബിയുടെ ഭംഗിയായ നടത്തിപ്പ്, മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഇവയെല്ലാം ധനമന്ത്രിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. മദ്യത്തിന് വില വർദ്ധിപ്പിക്കില്ല എന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും 6000 കോടി രൂപ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ച കാര്യം കൂടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരുന്നു. വികസനത്തിന് തന്നെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബജറ്റ് അവതരിപ്പിക്കും ബാലഗോപാൽ എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം ഏതൊക്കെ തലത്തിലുള്ള പ്രത്യേകതകൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ. ഡാൻ കുര്യനും VV അരുണും CV അനുമോദും ഒപ്പം ഡാനി പോളുമാണ് ബജറ്റിൻ്റെ വിശദാംശങ്ങൾ നമുക്കായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ വീട്ടിൽ നിന്നും, തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും KN ബാലഗോപാൽ പുറത്തേക്കിറങ്ങി സഭയിലേക്ക് പോകും. അതിനു മുൻപ് നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരെത്തി ബജറ്റിൻ്റെ കോപ്പി കൈമാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനകം തന്നെ അത് സംഭവിക്കുകയും ചെയ്യും. തുടർന്ന് ചടങ്ങുകളിലേക്ക്, പ്രധാനപ്പെട്ട ഔദ്യോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ കാത്തിരിക്കണം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ബജറ്റിലൂടെ പൊതുജനത്തിന് ലഭിക്കുക എന്നുള്ളത്. സർക്കാർ ജീവനക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. സർക്കാർ ജീവനക്കാർക്ക് ഒരുപക്ഷെ കോളടിച്ചേക്കാം. ക്ഷേമ പെൻഷനിൽ സസ്പെൻസ് നിലനിർത്തുകയാണ്. ഇനിയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ്. കാരണം 155,000 കോടി രൂപയുടെ ബാധ്യത ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വാരി നിറച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെ പ്രതീക്ഷിക്കണം. LDF തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ബാധ്യത കൂടിയാണ്. പോസിറ്റീവ് ബജറ്റ് ആകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 1600 നിന്ന് ഒക്ടോബറിൽ 2000 ആക്കി വർദ്ധിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പായിരുന്നു. പക്ഷേ ആ പ്രയോജനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാത്തത് ഇടതുമുന്നണിയുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. ഇത് 2500 വരെ ആക്കിയാലും അത്ഭുതപ്പെടേണ്ട. കാരണം ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനമായിരുന്നു 2500 രൂപ ക്ഷേമ പെൻഷൻ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, ധന പ്രശ്നങ്ങളുണ്ട്. കേന്ദ്രം കടമെടുപ്പ് പരിധിയിലും മറ്റും വരുത്തിയ ഗ്രാൻറ്റുകളിലും മറ്റും വരുത്തിയ കടുംവെട്ട് സംസ്ഥാനത്തിൻ്റെ നട്ടെല്ല് ഒടിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇങ്ങനെ അനവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും അവതരിപ്പിക്കുക. മറ്റു വാർത്തയിലേക്ക്. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.